തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ തിരക്കിലാണ് നേമത്തെ UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ. യഥാർത്ഥ കേരള സ്റ്റോറി ഇത്തവണ നേമത്തിൽ നിന്ന് വരുമെന്നും ശബരിനാഥൻ പറയുന്നു. രാവിലെ തന്നെ തുടങ്ങിയ പ്രചരണം. രാവിലെ ഇറങ്ങി നമ്മൾ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരോടൊപ്പമാണ്. എല്ലാവരും തിരുമലവാടിയിലെ ചേച്ചിമാരാണ്. അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോൾ ഈ കവടിയാർ കൗൺസിലറൂടെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങുമ്പോൾ അവരെ കാണാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ഞാൻ പൊന്നാട ഇട്ടിട്ടുണ്ട് വന്നപ്പോൾ. എന്നെ കൊച്ചായിരുന്നപ്പോൾ കണ്ടതാണ്, അത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചെയ്തിട്ടുള്ള പോലെ ഉപകാരം ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യില്ല. എൻ്റെ അറിവ് വെച്ച് പറയണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൻ്റെ അച്ഛൻ MLA ആയിരുന്നപ്പോഴുള്ള ഭാഗമാണ് ഈ തിരുവല്ലയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഇലക്ഷന് വേണ്ടി മാത്രം ഇറങ്ങി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരാളല്ല. ഇവിടെയുള്ള എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധമുണ്ട്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് कांग्रेस का कैंडिडेट हूँ, वेस्ट बंगाल. वहाँ भी चुनाव चल रहे हैं अभी. ओके, तो मदद करना, ठीक है. തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? നമ്മളിങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെ പോവല്ലേ? ഞാൻ പറയുന്നത്, നിയമത്തിനൊരു ചീത്തപ്പേരുണ്ട്. ഇവിടെ എന്തോ BJPയുടെ വലിയൊരു ശക്തി ദുർഗമാണെന്നൊക്കെ ഉള്ളത്. ശരിയായിട്ടുള്ള നിയമത്തിൻ്റെ സ്പന്ദനം അതല്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മതനിരപേക്ഷരായിട്ടുള്ള ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒക്കെയുള്ള ഒരു കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി നിയമത്തിൽ നിന്ന് ഇത്തവണ വരും. നിയമത്തെ BJPയെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ചധികം ആരോപണങ്ങളും അതുപോലെ തന്നെ കേസുകളും ഒക്കെ വന്നല്ലോ. ഭരണാധികാരിയുടെ പരിമിതികൾ കാരണം ആ നോമിനേഷനിൽ സ്വീകരിച്ചു. പക്ഷേ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതിൻ്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട്. സ്വന്തം വീടിൻ്റെ പോലും നോമിനേഷൻ ഡീറ്റെയിൽസ് പത്രികയിൽ വെക്കാത്തൊരാൾ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവനമ്പരാന് മാത്രം അറിയാം. വോട്ട് ചെയ്ത് സഹായിക്കണേ. കൈപ്പത്തിയിൽ 9 തീയതി ഉണ്ടല്ലോ ഇവിടെ. ശരിയെന്ന് പോയിട്ട് കാണാൻ. മാമ ശബരിനാഥൻ വീട് എവിടാ? എന്നാ വോട്ട് ചെയ്ത് സഹായിക്കണേ. കൈപ്പത്തിയിൽ പ്ലീസ്. എന്തായാലും നേതാവിന്റെ മോനല്ലേ? ഞങ്ങൾ നിങ്ങളെ ആള് തന്നെ, ഞങ്ങളെ കുടുംബമേ. രണ്ടൊരു പാട്ട് പാടി കൂടി ഇപ്പോൾ കേരളം മൊത്തം പോകും. ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ തെന്നലേ തെന്നലേ. അങ്ങ് പാട്ടിലൂടെ വൈറലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ പിടിക്കും. മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം LDFന്റെ ആയാലും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ആശങ്കയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ പാർട്ടിയുടെ കാര്യം ജനങ്ങളുടെ കാര്യം നോക്കി. ഞാൻ രാവിലെ 6 മണി തൊട്ട് ഫീൽഡിലുണ്ട്, രാത്രി വരെ ഈ വൈബാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്, വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിയോജിപ്പുമില്ല.